everyone, welcome back to RK Next. അപ്പോൾ കിടക്കി എന്ന നമ്മുടെ ലഘുകഥ നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേജ് ആയിരുന്നു പേജ് നമ്പർ 10. അതായത് ആ ഒരു പേജ് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പേജിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പേജിലേക്ക് കടക്കാം. ഇതായിരുന്നു പേജ് നമ്പർ 10ന്റെ തുടക്കം അല്ലെ. നോക്കൂ, ദീദി ജമ്മു കി ഷോൾ ലേലോ, ദീദി ജമ്മുവിലെ ഈ ഷോള് വാങ്ങിക്കൂ, ബഹുത് ബടിയാ ഹൈ, നല്ല വലുതാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാം, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളതാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാം. ओके, रंग बिरंगी शोलों का भारी घटर उठाए एक सांवली सलोनी कचरारी आंखों वाली युवती पत्नी को इसरार करने लगी. ആ ഒരു ഭാണ്ഡക്കെട്ട് അല്ലെ, വർണ്ണ നിറങ്ങളുള്ള ഷോളുകളുള്ള ഭാണ്ഡക്കെട്ട് അവരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ആ ഒരു നല്ല ഭംഗിയുള്ള കണ്ണുള്ള ഒരു കുട്ടി എന്ത് ചെയ്യാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രാർ കർണയിലേക്ക്, ഇത് വാങ്ങിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കിത്നെ കി ഹേ, എത്ര രൂപയാണ്? 250, 250. ഇത്തി മെഹങ്കി, ഇത്രയും വിലയോ? ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂംഗി, ഒരുപാട് പീസ് എടുക്കുകയാണെങ്കിൽ ഞാൻ വില കുറച്ച് തരാം അല്ലേ. മുജേ ദുകാൻ ഖോൽനി ഹൈ ക്യാ, എനിക്ക് എന്താ കട തുടങ്ങണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ലേലോന ബഹനോം ഓർ ഭാബിയോം കേലിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരികൾക്ക് കൊടുക്കാലോ എന്ന് പറയാണ്. മേനെ പത്നി കോ ഇഷാര കിയാ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഭാര്യയോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. അപ്പൊ അവൾ എന്ത് ചെയ്തു എന്നോട്, പതി പറയാണ്, പതിയുടെ ഒരു സെന്റൻസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ പതി പറയാണ് എന്ത്, ഞാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, പക്ഷെ അവൾ എന്ത് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ടും കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു, എന്ത്, മിണ്ടാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ. അച്ഛാ 5 പീസ് ലൂ തോ കിതനെ കെ ദൂംഗി, 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും എന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? പത്നി ചോദിച്ചു അല്ലെ. 200 रुपये पर पीस ले लेना दीदी, 200 രൂപയാണ് ഒരു പീസിന്. അപ്പൊ പറയും നാ 100 रुपये पर पीस, പറ്റില്ല 100 രൂപയ്ക്ക് ഒരു പീസ് വേണം എന്ന് പറയും. അപ്പൊ ദീദി 100 तो बहुत कम है, വളരെ കുറഞ്ഞ പൈസയല്ലേ 100 എന്നുള്ളത്. कहते हुए उसका गला रुंध गया, അത് പറഞ്ഞുകൊണ്ട് അവളുടെ തൊണ്ട ഇടറിപ്പോവാൻ തുടങ്ങി, ഇടറി അല്ലെ. और उसकी कजरारी आंखें भर आई, അവളുടെ കണ്ണുകൾ, നല്ല ഭംഗിയുള്ള കണ്ണുകൾ നിറഞ്ഞു. ഇത് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതായത് ഉസ്കി ഗലാ റുന്ത് ഗയാ കാരൻ ക്യാ ഹേ എന്ന് ചോദിക്കും നിങ്ങളടുത്ത്. ഓക്കെ, അപ്പൊ അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഉസ്കി കച്ചരാരി ആംഖേം ഭർ ആയി, നാ तेरी ना मेरी 150 रुपये पर पीस, अच्छा दीदी ठीक है ലോ രംഗ് പസന്ത് കർലോ. അങ്ങനെ അവള് നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യാണ്, 150 രൂപയ്ക്ക് ഒരു ഷോളിന്റെ വില പറഞ്ഞ് അവരെ ഉറപ്പിക്കുകയാണ് അല്ലെ. അങ്ങനെ അവള് പറയാണ് എന്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ഭാണ്ഡക്കെട്ട് അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതായിരുന്നു ആ ഒരു സിറ്റുവേഷനെ. ഇനി ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത് നോക്കൂ. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരെ ഇങ്ങനെയാണ്, ഖിടിക്കി, ലഘുകഥ, അംശപടേ, ഇത്ര മുതൽ ഇത്ര വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആ അംശം ഇങ്ങനെയാണ്. वो एक बार में ही 150 में मान गई, गलती की, थोड़ा तोल मोल और करना चाहिए था, और मेरी सुई अतीत में जा अटकी थी. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു അല്ലെ. ആ സിറ്റുവേഷന്റെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എന്ത്, ഇവരിതിന് ശേഷം, ആ കുട്ടി പോയതിനു ശേഷം, യുവതി പോയതിനു ശേഷം നമ്മുടെ വൈഫ് ചിന്തിക്കുകയാണ്, ഒന്നുകൂടെ നിർബന്ധിക്കാമായിരുന്നു എങ്കിൽ എന്താണ്, ഒന്നുകൂടെ കുറഞ്ഞു കിട്ടുമായിരുന്നു എന്ന് അവര് തീരുമാനിക്കുകയാണ്, അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. बेटी को गोद में बिठा रेलगाड़ी की खिड़की में झांकता मैं सोच रहा था, मेरे पिता भी रेलगाड़ी में सामान बेच जब धक्के हारे घर आते तो उनकी आंखों में भी वही नमी थी. എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വന്നു ആ ഒരു ലേഡിയെ കണ്ടപ്പോ എന്ന് പതി ഇവിടെ ചിന്തിക്കുന്നുണ്ട് അല്ലെ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ പാരഗ്രാഫ്. ആ പാരഗ്രാഫിന്റെ ബേസിൽ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സഹി വികൽപ ചുൻകർ ലിഖേ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. മേം പ്ലസ് കാ മേരി, മേം പ്ലസ് കി മേരി, മേം പ്ലസ് കോ മേരി. ഇതിൽ ഏതാണ് ഉത്തരം? മേം പ്ലസ് കി മേരി അല്ലെ. നെക്സ്റ്റ് നോക്കൂ, വോ ഏക് ബാർ മേം ഹി 150 में मान गई, गलती की, थोड़ा तोल मोल और करना चाहिए था.
ഇതാര് പറഞ്ഞ ഡയലോഗ് ആണെന്നാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. എന്താണ്? പത്നി അല്ലേ? പത്നി പറഞ്ഞ ഡയലോഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാക്യ പിരമിഡ് की പൂർത്തി करे. ഇപ്പൊ നിങ്ങൾക്ക് വാക്യ പിരമിഡ് ആയിട്ട് വരും. അപ്പോ യുവതി ഏക് ഷോൾ കെ ലിയെ, ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം. രൂപയെ മാംഗത്തി ഹൈ, 2500 രൂപയെ മാംഗത്തി ഹൈ. അപ്പൊ എങ്ങനെയാണ്? രൂപയെ മാംഗത്തി ഹൈ, 2500 രൂപയെ മാംഗത്തി ഹൈ. അടുത്തത് എന്ത് പറയും? യുവതി 2500 രൂപയെ മാംഗത്തി ഹൈ എന്ന് പറയാം അല്ലെ. അടുത്തത് യുവതി ഏക് ഷോൾ കെ ലിയെ 2500 രൂപയെ മാംഗത്തി ഹൈ നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനിതാ रुपये मांगती है, 2800 रुपये मांगती है, युवती 2800 रुपये मांगती है, യുവതി एक ഷോൾ के लिए 2800 रुपये मांगती है. ഇതാണ് ഇതിന്റെ കൃത്യമായ ഉത്തരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം അടുത്ത ചോദ്യം എങ്ങനെയാണ്? ലഘുകഥ के आधार पर सही प्रस्ताव चुनकर लिखे. ലഘുകഥയുടെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഒരു സെറ്റില്, അതായത് ഒരു ചാപ്റ്ററില് ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ ഒരു ചാപ്റ്ററിന്റെ ബേസിൽ, അത് 7 മാർക്കിനാണ് വരിക. അപ്പൊ ഇതാണ് ആ ഒരു സെറ്റിലുള്ള 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ. പതി പത്നി और बच्चे शादी में भाग लेने के लिए जा रहे हैं. പതിയും പത്നിയും കുട്ടികളും കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ശരിയല്ലേ പ്രസ്താവന? യെസ് ആണ്. നെക്സ്റ്റ്, യുവതി एक शॉल के लिए, യുവതി एक शॉल के लिए 500 രൂപയെ മാംഗത്തി ഹൈ. ഒരു ഷോളിന് 500 രൂപയാണ് വാങ്ങിച്ചത്. തെറ്റാണ് അല്ലെ? അത് തെറ്റാണ്. 250 രൂപയല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പതി ने जनरल कोच में यात्रा करने का निश्चय किया. പതി ജനറൽ കോച്ചിൽ യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇനി പത്നി 5 ഷാലേം ഖരീദി, 5 ഷോളുകൾ വാങ്ങിച്ചു. ശരിയാണ്. ഇനി പതി കെ പിതാജി റെയിൽഗാഡി മേ സാമാൻ ബേച്തേ थे. പതിയുടെ പിതാജി റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിറ്റിരുന്നു. ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ? ഇത് സഹി പ്രസ്താവനയാണോ അല്ലെങ്കിൽ ഗലത് പ്രസ്താവനയാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. 4 മാർക്കിന്റെ. ഓക്കെ, ബൈ.